രണ്ട് തരം പോളയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 6 മുട്ടയും 8 സ്ലൈസ് ബ്രെഡും എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 മുട്ടയും 2 സ്പൂണ് തേങ്ങ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഒരു 2 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്നിത് ഗ്യാസിൽ വെച്ചൊന്ന് ചിക്കി എടുക്കുക കേട്ടോ. കുറച്ച് കാഷ്നട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 4 മുട്ടയിൽ 1 ഗ്ലാസ് പാലും ഒരു 6-7 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര കൂടുതൽ വേണമല്ലോ. അപ്പോൾ പഞ്ചസാര മെൽറ്റാകുന്നവരെ നമുക്ക് പഞ്ചസാര അലിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നന്നായി ഇളക്കി പഞ്ചസാര യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കി അതിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് ഓരോ ബ്രെഡ് മുട്ട മിക്സിയിൽ ഇതേപോലെ മുക്കിയെടുത്ത് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുക്കിയെടുത്ത് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച് ഫില്ലിംഗ് ഉണ്ടല്ലോ മുട്ടേൻ്റെ, അതൊന്ന് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. മൊത്തമായി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലെയറും കൂടി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. മുട്ടയിൽ മുക്കി ബ്രെഡ് വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന മുട്ട നമുക്ക് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ച് ചെറിയൊരു വളരെ സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. കുറേ ടൈമൊന്നും എടുക്കില്ല കേട്ടോ, കാരണം എന്താ പെട്ടെന്നായി കിട്ടും. വെന്തിട്ടുണ്ട്. നമുക്കത് മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ പാനിലേക്ക് ഒന്ന് തിരിച്ച് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി മറ്റേ ഭാഗം കൂടി മൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് ഒന്ന് വെച്ചാൽ മതി. ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനിടയിൽ ഞാൻ ഒരു ഫുൾ തേങ്ങയാണിത്. അതിൽ ഒരു 8 സ്പൂണോളം പഞ്ചസാരയും ചേർത്തൊന്ന് നന്നായി ഒന്ന് പഞ്ചസാര മെൽട്ടാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കളറ് മാറുന്നവരെ, തേങ്ങയുടെ കളർ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് കാഷ്നട്ടും ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു 3 മുട്ടയ്ക്ക് ഒരു തേങ്ങയുടെ പകുതിയാണ് വേണ്ടത്. ഇത് 3 മുട്ടയ്ക്ക് ഞാൻ 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു തേങ്ങ മുഴുവനായി എടുത്തത്. കൂടുതൽ തേങ്ങ കൂടിയാൽ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് അതിൻ്റെ അളവനുസരിച്ച് തന്നെ എടുക്കണം. 3 മുട്ടയ്ക്ക് ഒരു പകുതി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി കേട്ടോ. അങ്ങനെ തന്നെ എടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. തേങ്ങ കൂടിപ്പോയാൽ തേങ്ങ കൂടുതലായി കടിക്കും. അപ്പോൾ പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് നമുക്കതിൽ ഒഴിച്ച് ചെറിയ തീയിൽ വളരെ ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ബാക്കി വരുന്ന പകുതി തേങ്ങയിട്ട് ഞാൻ രണ്ടാമത് ഇതുണ്ടാക്കിയാണ്. അതിനിടയിൽ ഞാൻ രാത്രിത്തെ ബിരിയാണി റെഡിയാക്കിയാണ്. ബിരിയാണി റെസിപ്പി എല്ലാവർക്കും അറിയുന്നത്, പലതരം ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. ഞാനതിൻ്റെ മസാല ഇട്ട് കൊടുത്ത് ഒന്ന് പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കി. ഇന്നത്തെ സ്പെഷ്യലാണ് ഇതൊക്കെ. ഇന്നത്തെ നോമ്പുതുറയുടെ സ്പെഷ്യൽ ചെറിയൊരു പച്ചടി, ചുവന്നുള്ളിയും പൈനാപ്പിളും ചേർത്ത് തൈരും പച്ചമുളകും ചേർത്ത് ചെറിയൊരു പച്ചടി ഉണ്ടാക്കി. അതിനിടയിൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പപ്പായ നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. നല്ല പഴുത്ത ഭയങ്കര നല്ല മധുരമുള്ളൊരു പപ്പായയാണ്. ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അതിനിടയിൽ നമ്മളെ തേങ്ങപ്പോളയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ ബ്രെഡ് പോളയും തേങ്ങപ്പോളയും. ഇത് ഭയങ്കര തിന്നായി തോന്നിക്കുന്നത് എൻ്റെ വട്ടം കൂടിയ പാനാണ്, അതുകൊണ്ടാണ് കേട്ടോ. വട്ടം കുറഞ്ഞ ചെറിയ പാനിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കായി കിട്ടും. ഇത് തിന്നായി ഇങ്ങനെ തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് കുറഞ്ഞ ഒരു ചെറിയ പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായി നല്ല വണ്ണം കൂടിയതുപോലെ കിട്ടും. ചീസ് ബോളാണ്. ചീസ് ബോൾ അറിയുന്നതായിരിക്കും, അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നതായിരിക്കും. വത്ത ജ്യൂസ് ഉണ്ട്, വത്തക്ക, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, പപ്പായ. ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ബിരിയാണി, ബീഫ് ബിരിയാണി സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. തേങ്ങപ്പോള ഞാൻ ഒരു വട്ടം കാണിച്ചതാണ് മുമ്പ്.